ഇല്ല ഇതിപ്പോൾ നമ്മൾ ഉപദേശ സമിതി ഇങ്ങനെ തീരുമാനിച്ചു. ദിലീപിനെ കൊണ്ട് കൂപ്പൺ ഉദ്ഘാടനം, അതായത് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പിരിവ്, അതായത് കളക്ഷൻ. അത് ഫസ്റ്റ് കൂപ്പൺ എന്താ പറയുക, ഭീമ ജ്വല്ലറി ഓണർ ബിന്ദു മാധവിന് അദ്ദേഹത്തിൽ നിന്ന് ചെക്ക് സ്വീകരിച്ച് അതിൻ്റെ റെസിപ്റ്റ് കൊടുക്കുന്ന ചടങ്ങ് ദിലീപിനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരത്തെ കാര്യമുള്ളത്. അപ്പോൾ ആ തീരുമാനം എടുത്തു. നമ്മളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പുള്ളീനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായിട്ടുള്ള 2 കൂട്ടരുടെ ഭയങ്കരമായ വാഗ്വാദങ്ങൾ. അപ്പോൾ ദേവസ്വം ബോർഡ് എന്നെ വിളിച്ച് പറഞ്ഞു, അശോകെ, ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 കൂട്ടർ തമ്മിലുള്ള പ്രശ്നമുള്ള. പിന്നെ ഇന്നലെ മുതൽ എന്താ പറയുക, അതിജീവിതരെ ബൈറ്റ്സ് വരുന്നു, പിന്നെ മഞ്ജു വാര്യരുടെ വരുന്നു, അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ദിവസം ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അശോകൻ, ഞാൻ കൂടുതൽ വിവാദങ്ങളിലേക്കില്ല, തൽക്കാലം എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ചു, ശരി, പുള്ളിക്ക് ഇനി ബുദ്ധിമുട്ട്, നമുക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തായിരുന്നു. അപ്പോൾ നാളെ നടത്തായിരുന്ന പരിപാടി തന്ത്രീനെ വെച്ചിട്ട് നമ്മൾ ബുധനാഴ്ച കൃത്യസമയത്ത് 6:30-ക്ക് ഈ പരിപാടി നടത്തുന്നുമുണ്ട്. ദിലീപിനെ ക്ഷണിക്കാൻ എന്താ കാരണം ഉണ്ടായത്? ഇവിടെ സ്ഥിരമായിട്ട് കാണാറുണ്ട്, എല്ലാ ആഴ്ചയിലും പറ്റുന്ന ആഴ്ചകളിലെല്ലാം അങ്ങനെ ഇവിടെ വന്ന് തൊഴുവാറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു വിവാദം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചൊരിക്കലും ചെയ്തതല്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ പാർട്ട്ണറുടെ വളരെ അടുത്ത സുഹൃത്താണ് പുള്ളി. അപ്പോൾ ഞാൻ ചോദിച്ചു അവൈലബിൾ ആയിരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കാമെന്ന് പറയാം. ചോദിച്ചപ്പോൾ പുള്ളി കണ്ണൂരാണ്, കണ്ണൂർ അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് 2 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം എന്ന് പുള്ളി പറയുകയും ചെയ്തു. അതാണ് സംഭവം. ദേവസ്വം ബോർഡിന്റെ ഒക്കെ ഒരു നിലപാട് എന്തായിരുന്നു ഇതിൽ? ദേവസ്വം ബോർഡ് എന്താ പറയുക, വിവാദങ്ങളിലേക്ക് പോകരുതെന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. വിവാദങ്ങളിലേക്ക് പോകല്ലേ അശോക്, എങ്ങനെയെന്ന് വെച്ചാൽ അത് സോൾവ് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു. അത്രയേ ഉള്ളൂ, വേറൊന്നും ഇത് ദേവസ്വം ബോർഡ് പറഞ്ഞില്ല. അപ്പൊ ഇത് ദിലീപ് തന്നെ മതി എന്നുള്ളത് നമ്മുടെ ക്ഷേത്രോപദേശ സമിതിയുടെ ഒരു തീരുമാനമാണ്. അതായിരുന്നു ഉപദേശ സമിതിയുടെ തീരുമാനമായിരുന്നു, അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമല്ല. ഉപദേശ സമിതി എടുത്തൊരു തീരുമാനം. ആരും അങ്ങനെ എതിർപ്പൊന്നും പറഞ്ഞില്ല, മനസ്സിലായി. സ്ത്രീകളടക്കം ആരും അങ്ങനെ വലിയ എതിർപ്പൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. എതിർപ്പ് ഉന്നയിച്ച ആരാ, ദേവസ്വം ബോർഡിൽ നിന്നാണോ അല്ലെങ്കിൽ എവിടുന്നാണ് ഈ എതിർപ്പ് വന്നത്? സോഷ്യൽ മീഡിയയിലാണ് പ്രശ്നം വന്നത്. എന്താ പറയുക, ഇയാളെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്, 2 കൂട്ടരുമുണ്ട്. അപ്പോൾ ഇതൊരുമാതിരി അമ്പലത്തിൻ്റെ ഈ പറയുന്ന ഉത്സവം വേറെ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കേണ്ടെന്ന് വിചാരിച്ചപ്പോൾ പുള്ളി തന്നെ എന്താ പറയുക ഇങ്ങോട്ട് വിളിച്ചോളൂ. ഞാനില്ല, കാര്യം സോഷ്യൽ മീഡിയ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും പുള്ളിക്കും അറിയാൻ പറ്റുമല്ലോ, ഇത് ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ പുള്ളിക്കും അറിയാൻ പറ്റും. പുള്ളി പറഞ്ഞു, ഞാൻ ഇതിൽ തൽക്കാലം ഒഴിയുന്നു എന്ന് പറഞ്ഞു. ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു കേസിലേ ഇപ്പോൾ വിചാരണ കോടതി അദ്ദേഹത്തിനെ വെറുതെ വിട്ടു, പക്ഷേ ഇതിലിനി അപ്പീൽ പോവുക, അങ്ങനെ പ്രോസിക്യൂഷൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ആ സമയത്ത് ഈ ദിലീപിനെ തന്നെ വിളിക്കുന്നതിൽ ഒരു ജാഗ്രത കുറവ് ക്ഷേത്രോപദേശ സമിതിക്ക് ഉണ്ടായിരുന്നു. ജാഗ്രത കുറവെന്ന് പറയാൻ പറ്റില്ല, കാര്യം വൈക്കത്തമ്പലത്തിൽ തിരികൊളുത്തിയ അങ്ങേരാണ്. ഇത്തവണത്തെ അഷ്ടമിക്ക് തിരികൊളുത്തിയത് ദിലീപാണ്. അവിടെയൊന്നും ഉണ്ടാകാത്തൊരു വിവാദം ഇവിടെ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. വൈക്കത്തമ്പലത്തിൽ വളരെ മനോഹരമായിട്ട് ഉത്സവം കഴിയും വിധി വന്നതിന് ശേഷമാണ്. അപ്പോൾ അവിടെയൊന്നും ഉണ്ടാകാത്തൊരു വിവാദം ഇവിടെ ഉണ്ടാകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വളരെ ദൂരവ്യാപകമായ ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ ഈ ഒരു ഉദ്യമത്തിന് പോയില്ലായിരുന്നു.